തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മണ്ഡലത്തിൽ വളരെ സജീവമായി പല ഘട്ടങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രി സജീവമായ രംഗത്തുണ്ട്. ഈ കോൺഗ്രസിനെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം അദ്ദേഹം നടത്തുന്നുണ്ട്. എന്താണുള്ള കാരണം? അത് അദ്ദേഹവും BJP ആയിട്ടുള്ള ഒരു അന്തർധാരയുടെ ഭാഗമാണ്. കാരണം ഇപ്പോൾ കരുവണ്ണൂർ ബാങ്ക് കവർച്ചയാണ്, നാടൻ ഭാഷ പറഞ്ഞാൽ കവർച്ചയാണ്. അതിനെക്കുറിച്ച് EDയുടെ അന്വേഷണം നടക്കുന്നു, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെ കുറിച്ച് അന്വേഷണം നടക്കുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോൾ കേജ്രിവാളിൻ്റെ പോലെ ഫൈറ്റ് ചെയ്ത് ജയിലിൽ പോകാനുള്ള മൂടല്ല. അന്തർധാരയുണ്ടാക്കി രക്ഷപ്പെടാനുള്ള പരിപാടിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിരന്തരം രാഹുൽ സ്വന്തം സ്ഥാനം വരെ ഒരു ഘട്ടത്തിൽ നഷ്ടപ്പെട്ട ആളാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുത്തുകയും മോഡി എന്നൊരക്ഷരം പോലും പറയാൻ വ്യക്തമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു വോട്ട് കച്ചവടം വരെ കരുവന്നൂർ പ്രധാന ചർച്ച തന്നെയാണോ മണ്ഡലത്തിൽ? തീർച്ചയായിട്ടും. കാരണം ഒരു ബാങ്കിൻ്റെ തകർച്ച, 6ഓളം നിക്ഷേപകരുടെ ആത്മഹത്യ, ഒരുപാട് കുടുംബങ്ങൾ വഴിയാധാരായി, അതൊക്കെ ചർച്ച ചെയ്യണമല്ലോ. അതിനൊക്കെ കാരണക്കാരായിട്ടുള്ളവരെ ഈ മണ്ണിൽ ഒരിക്കലും ജയിപ്പിക്കാൻ സമ്മതിക്കരുതല്ലോ. അതുകൊണ്ട് തന്നെയാണ് അത് ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. കരുവണ്ണൂർ ബാങ്കും ചർച്ച ചെയ്യും, ഇവിടുത്തെ ബോംബ് നിർമ്മാണം തുടങ്ങി എല്ലാ കാര്യങ്ങളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾ ചൂണ്ടിക്കാണിച്ച് NDAയും LDFനെയും പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ നയം. ഇപ്പോൾ മറ്റൊന്ന്, ഇപ്പോൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ ഇപ്പോൾ സ്ഥലം പേരുമാറ്റമൊക്കെ വേണമെന്നൊക്കെയാണ് സുൽത്താൻ ബത്തേരി ഗണപതി കോട്ടം എന്നൊക്കെ പറഞ്ഞത്. എന്താ സ്ഥിതി? അത് ഞാൻ പറഞ്ഞല്ലോ, അത് 1 ലക്ഷം തയ്ക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് അദ്ദേഹം. കാരണം ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന് ലക്ഷം തികയുന്ന ഒരു ഇതും കാണുന്നില്ല. അപ്പോൾ അദ്ദേഹം അതിനുവേണ്ടി ഓരോ വികാരം ഇളക്കുകയാണ്. ഇപ്പോൾ സുൽത്താൻ ബത്തേരിയുടെ പേരൊക്കെ മുമ്പ് കാലത്ത് തന്നെ ഇംഗ്ലീഷുകാരുടെ കാലത്ത് സുൽത്താൻസ് ബാറ്ററി ആയിരുന്നു, അത് മലയാളവൽക്കരിച്ച് സുൽത്താൻ ബത്തേരിയായി. അവിടെ പ്രസിദ്ധമായൊരു ഗണപതി ക്ഷേത്രമുണ്ട്, ശരിയാണ്. ഞാനവിടെ ദീർഘകാലം MP ആയിരുന്ന ആളാണ്. ഞാനൊക്കെ അവിടെ ദർശനം നടത്താറുണ്ട് അമ്പലത്തിൽ. പക്ഷേ അതും ഈ ഗണപതി വട്ടമായിട്ട് ഒരു ബന്ധവുമില്ല. ഞങ്ങൾക്ക് എല്ലാം വിശ്വാസമുണ്ട്, ഞങ്ങളൊക്കെ ദൈവവിശ്വാസികൾ തന്നെയാണ്. പക്ഷേ ഇത് വിശ്വാസം വിറ്റ് വോട്ടാക്കുകയാണ്. വേറെ വിഷയങ്ങളില്ലാത്തതുകൊണ്ടാണോ? ഒരു വിഷയമില്ലല്ലോ പറയാൻ. കാരണം സംസ്ഥാന സർക്കാരിന് അദ്ദേഹത്തിന് കുറ്റപ്പെടുത്താൻ നിവർത്തിയില്ല. കാരണം കുഴൽപ്പണം ഒഴിവാക്കി കൊടുത്തല്ലോ, അതിൻ്റെ നന്ദിയുണ്ട്. അപ്പോൾ അവിടെ പറയാൻ നിവർത്തിയില്ല. പിന്നെ മോഡിജി എന്ന് പറഞ്ഞാൽ കേരളത്തിലോട്ട് ചിലവാവില്ല. പിന്നെ ഇങ്ങനത്തെ ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കി ജനശ്രദ്ധ നേടുക, അത്രയേ ഉള്ളൂ. ഏതായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കെ മുരളീധരൻ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തോടടുക്കുമ്പോൾ വിജയം ഉറപ്പിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. റിപ്പോർട്ടർ ജയ്സൻ, റിപ്പോർട്ടർ, തൃശ്ശൂർ.